ഹായ് നമസ്കാരം, എല്ലാവർക്കും മലയാളം ടെക് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോക്കകത്ത് എങ്ങനെയാണ് കമ്പനികൾ നമ്മളെ കൊണ്ട് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വാങ്ങിപ്പിക്കുന്നത് എന്നുള്ളതും അവരുടെ മാർക്കറ്റിംഗ് തന്ത്രവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് വന്നിട്ടുള്ള 2 കമൻറ്റുകൾ, നൗഫലിൻ്റെയും പ്രണവിൻ്റെയും കമൻറ്റുകളിൽ അവർ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഫോണുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1-2 ഫോണുകൾ സജസ്റ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്ന സമയത്ത്, സ്പെഷ്യലി മിഡ് റേഞ്ച് ഫോണുകൾ മേടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിന് ഈ ടോട്ടൽ വീഡിയോ 5 പോർഷനായിട്ട് ആക്ച്വലി ഡിവൈഡ് ചെയ്ത്. ഒന്നാമത്തത്, നമ്മൾ ഏത് തരത്തിലുള്ള ഒരു യൂസർ ആണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. 2, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം നിർബന്ധമായിട്ടും. പിന്നൊന്ന്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് പരിഗണിക്കണം എന്നുള്ളതും. 4-മത്തെ, നോർമലി മാർക്കറ്റിലുള്ള ഒരുപാട് ബൈയിങ് ട്രാപ്പുകളുണ്ട്. പിന്നെ വേറെ ആരോടും ചോദിക്കാതെ നമുക്ക് തന്നെ ഒരു ഫോൺ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ വീഡിയോ കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ ബ്രാൻഡുകളും ഒരുപാട് മോഡൽസ് മാർക്കറ്റിൽ മന്ത് വയസ്സായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. എല്ലാ മാസവും ഓരോ മോഡൽസ് അല്ലെങ്കിൽ ഒരു 2 മോഡലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കാണുമ്പോൾ നമുക്ക് ഒരുപോലുള്ള ഫോണുകളായിട്ട് തോന്നും. അവരുടെ 30,000 രൂപയുടെ ഫോണും ഒരുപോലെ തോന്നും, ചിലപ്പോൾ 12,000 രൂപയുടെ ഫോണും ഒരുപോലെ തോന്നും. എന്നിട്ട് അതിനകത്ത് AI പവേർഡ്, അതുപോലെ ഗെയിമിംഗ് ബീസ്റ്റ്, അതുപോലെ 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നോർമലി ഇത് കാണുന്ന ഒരാൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കും. ചിലപ്പോൾ ഇത് ചോദിക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫോൺ സജഷനായിട്ട് കിട്ടും. ഇല്ല, നമ്മളിത് ഷോപ്പിലാണ് പോയി ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആരാണോ അവർ നിങ്ങളെ നന്നായിട്ട് എന്ത് ചെയ്യും പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ളൊരു ഫോണോ ബ്രാൻഡ് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഇതാണ് സംഭവിക്കുക. എന്നിട്ട് ഈ കൊണ്ടുവന്ന സാധനം ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഒന്നും ഉപയോഗമില്ലല്ലോ എന്ന് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നോ യുവർ യൂസർ ടൈപ്പ് എന്നുള്ളതാണ്. നമ്മൾ ഏത് തരത്തിലുള്ള ഒരു യൂസർ ആണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ടോട്ടൽ യൂസേഴ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 1-മത്തെ യൂസർ ടൈപ്പ് എന്ന് പറയുന്നത് ലൈറ്റ് യൂസറാണ്. ലൈറ്റ് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വാട്സപ്പ്, കോള്, അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, കോളുകൾ, ഇതൊക്കെ ചെയ്യുന്ന നോർമൽ ഒരാളുകളായിരിക്കും. അപ്പോൾ ഇവർക്ക് മെയിനായിട്ട് വേണ്ടത് ബാറ്ററി ആയിരിക്കും. ബാറ്ററി പിന്നെ നല്ല UI ആണ് ഇവരുടെ മെയിൻ പ്രയോറിറ്റി ആയിട്ട് ഉണ്ടാവുക. ബാക്കി എല്ലാ കാര്യങ്ങളും, ഈവൻ ക്യാമറ ആണെങ്കിൽ ശരി, നമുക്ക് ക്യാമറ ഉപയോഗിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് വെറുതെ ഫോട്ടോ എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനൊക്കെ ഒരു ബേസിക് ക്യാമറ കൂടെ ഇതിനകത്ത് വേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചൊരു മിനിമം 15,000 രൂപയ്ക്കൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ഫോണുകൾ അവൈലബിൾ ആണ്. ഇനി 2-മത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ച് ഗെയിമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഒരു ദിവസം കുറച്ച് ഗെയിമൊക്കെ കളിക്കും, കുറച്ച് ഗ്രാഫിക്സും സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു മിനിമം ഒരു 1 ഹവറെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ഗെയിമിംഗ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടത് ഒരു മിഡ് റേഞ്ചിലുള്ള ഒരു പ്രോസസ്സറും അതുപോലെ നല്ല തേർമൽ എന്ന് പറയുന്നത് ഇപ്പോൾ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാതിരിക്കുക അല്ലെങ്കിൽ ഫോൺ ഭയങ്കരമായിട്ട് ചൂടാവാതെ, എന്നാൽ കുറച്ച് നല്ല ഡിസ്പ്ലേ ഉള്ള ഫോണുകളൊക്കെ നിങ്ങൾക്ക് 20,000 to 25,000 ഇടയിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു മിഡ് റേഞ്ച് പ്രോസസ്സറൊക്കെ ഉള്ള ഒരു ഫോൺ കിട്ടും. അത് ഈ പറഞ്ഞ ഒരു മിഡ് ആളുകൾക്ക് ഉപകാരപ്പെടും. 3-മത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹെവി യൂസറാണ്. ഹെവി യൂസർ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ ആവാം, അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകളാവും, ഹെവി ആയിട്ടുള്ള ഗെയിമർ ആയിരിക്കാം. ഇങ്ങനെയുള്ള യൂസേഴ്സിന് പറ്റിയത് ഒരു 30,000 to 40,000. ഇതിനിടയിൽ തന്നെ അത്യാവശ്യം നല്ല ഫോൺ മോഡൽസ് ഉണ്ട്. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് യൂസറാണെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 70% നിങ്ങളുടെ കോംപ്ലിക്കേഷൻ മാറിക്കിട്ടും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. അതായത് നമ്മൾ 2-മത്തെ പോയിന്റ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ തൊട്ട് മുന്നത്തെ ഫ്ലാഗ്ഷിപ്പിൻ്റെ വീഡിയോയിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി മെഗാ പിക്സൽ നോക്കി നിങ്ങൾ ഒരിക്കലും ഫോൺ വാങ്ങിക്കരുത്. ഇപ്പം നിങ്ങൾ ചില ഫോണുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഗതികളും നിങ്ങൾ നോക്കി വെച്ചിട്ടുള്ള ഒരു ഫോണിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ നല്ല സോഫ്റ്റ്വെയർ ആയിരിക്കും, നല്ല പിന്നെ ബാറ്ററി ആയിരിക്കും, നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പിടിക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പം ആളുകളുടെ എല്ലാവരുടെയും കൈകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഇത് പിടിക്കുന്ന സമയത്ത് പല ഫോണുകളും പലർക്കും പല രീതിയിലുള്ള കംഫർട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ 200 മെഗാ പിക്സൽ എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ പോയി 200 മെഗാ പിക്സലിൻ്റെ ഫോൺ വാങ്ങിച്ചാൽ അത് ചിലപ്പോൾ അബദ്ധമാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മെഗാ പിക്സൽ എന്ന് പറയുന്നതല്ല നമ്മുടെ ഒരു ഫോട്ടോ ക്വാളിറ്റിനെ, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറും അതുപോലെ ബാക്കിയുള്ള എല്ലാ ഒരുപാട് പാരാമീറ്റേഴ്സ് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. 100-200 മെഗാ പിക്സൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയി വേറൊരു ഫോൺ വാങ്ങിക്കാതിരിക്കുക. നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഓഫ്ലൈൻ സ്റ്റോറിൽ പോയിട്ട് ഈ ഫോൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പുറത്തേക്കൊക്കെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫോൺ വെച്ചതിൻ്റെ അവിടെ നല്ല ലൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തിരി ഒന്ന് മാറിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് നോക്കുക. അവർ സമ്മതിച്ചാൽ ഇനി ആ ഫോണും കൊണ്ട് പുറത്തേക്കൊന്നും പോരുത്, അവിടെ നിന്നിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം, ഫേക്ക് ആയിട്ടുള്ള
റാം. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ റാം ഇൻക്രീസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. കമ്പനി പറയും നിങ്ങൾക്ക് 16 GB റാം ആയിരിക്കും. അപ്പോൾ 16 GB റാമിൽ നമുക്ക് ഫോൺ കിട്ടും, അത് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ നോർമൽ ഷോപ്പുകാർ ഇങ്ങനെ ആയിരിക്കും പറയേണ്ടാവുക, നിങ്ങൾക്ക് ഈ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് വെറും 4 GB മാത്രമേ അല്ലെങ്കിൽ 8 GB മാത്രമേ ഉള്ളൂ, ഇപ്പുറത്ത് നിങ്ങൾക്ക് 16 GB റാം ഉണ്ടെന്ന്. ആക്ച്വലി അവിടെ 16 ഉണ്ടാവില്ല, 8 GB മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ വെർച്വൽ റാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഫോണിൻ്റെ മെമ്മറി ഉണ്ടല്ലോ, ആ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് അത് റാമായിട്ട് കാണിക്കുന്ന ഒരു വെർച്വൽ റാം എന്ന് പറയുന്നൊരു സംഗതിയാണത്. അതിന് ആക്ച്വലി നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. കാര്യം നിങ്ങൾ ഫിസിക്കൽ റാം എത്രയാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാര്യം മറ്റേത് ഭയങ്കര എഫക്റ്റീവ് അല്ല ആക്ച്വലി. ഇനി അടുത്തുള്ള AI ഗിമ്മിക്കാണ്. AI ഗിമ്മിക്ക് എന്ന് പറയുമ്പോൾ AIയിലുള്ള ക്യാമറ, AI ഡിസ്പ്ലേ, AI ഗെയിമിങ്, AI എന്താ പറയുക, എല്ലാം AI ആണിപ്പോൾ. ഈ AIൻ്റെ ഗിമ്മിക്കിൽ ആക്ച്വലി നിങ്ങൾ വീഴാതിരിക്കുക. ബേസിക്കലി ഒരു ഫോണിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ ക്യാമറ ആണെങ്കിൽ AI ക്യാമറ എന്ന് പറഞ്ഞിട്ട് വല്ല ഓട്ടോമോഡായിരിക്കും നിങ്ങൾക്ക് ഈ ഫാൻസി നെയിമിൽ തരുന്നത്, അല്ലെങ്കിൽ AI ക്യാമറ എന്നൊക്കെ പറഞ്ഞ് ലേബലൊക്കെ ഉണ്ടാവും. പക്ഷേ വെക്കുന്ന സെൻസർ പഴയ സെൻസർ ആയിരിക്കും. സോഫ്റ്റ്വെയറിൽ ചെറുതായിട്ട് ട്വീക്ക് ചെയ്യും. ചിലർ അതുപോലും ചെയ്യില്ല, ജസ്റ്റ് AI എന്ന് മാത്രം വെച്ചിട്ട് പഴയ പരിപാടി തന്നെ വെക്കുന്ന പല കമ്പനികളുണ്ട്. ഞാൻ ഒന്നും അങ്ങനെ മെൻഷൻ ചെയ്യുന്നില്ല, കമ്പനികളുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒരു കാര്യം ഞാൻ ഇവിടെ മോശമാണെന്ന് പറഞ്ഞാൽ ചിലർ കരുതും ആ ബ്രാൻഡ് ചില മോഡലുകളായിരിക്കും ഈ പ്രശ്നം ഉണ്ടാവുക. അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് പറയാത്തത്. പക്ഷേ AI എന്ന് പറയുന്ന ഗിമ്മിക്കിൽ ആക്ച്വലി പോയി പെടാതിരിക്കും. AIൻ്റെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അത് ആക്ച്വലി ഞാൻ കുറച്ച് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഞാൻ ഉപയോഗിക്കുന്ന AI ടൂളുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിനകത്ത് നമ്മൾ 1-2 AI ഫീച്ചേഴ്സെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത വീഡിയോ പോയി കാണാം. ഇതിന് ശേഷം ഇനി എല്ലാവരും പറയുന്ന വേറൊരു കാര്യമാണ് ബെഞ്ച് മാർക്കുകൾ. ആക്ച്വലി ബെഞ്ച് മാർക്കിനെ കുറിച്ച് ലാസ്റ്റ് വീഡിയോനകത്തൊരു പുള്ളി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ആൻഡ് അതുപോലെ ഗീക്ക് ബെഞ്ച് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് നമുക്ക് സ്റ്റാൻഡേർഡിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ബ്രാൻഡുകളും ഇത് പല രീതിയിൽ ഉടായ്പൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആൻഡ് നല്ല സ്കോറാണ്, അതുപോലെ ഗീക്ക് ബെഞ്ച് നല്ല സ്കോറാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കാതിരിക്കുക. ഇതൊക്കെ ക്രിയേറ്റേഴ്സിന് നല്ല ഉപകാരമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു നോർമൽ യൂസർ എന്ന രീതിയിൽ ഇതൊന്നും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനിയുള്ളതാണ് റിഫ്രഷ് റേറ്റ് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പല കമ്പനികളും ചെയ്യുന്നുണ്ട്. അത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 10,000 രൂപയ്ക്ക് ഇറങ്ങുന്ന 12,000 രൂപയ്ക്ക് ഇറങ്ങിയിട്ടുള്ളൊരു ഫോണിനകത്ത് നിങ്ങൾക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിരുന്ന ഒരു ബ്രാൻഡ്. അപ്പോൾ ആ ബ്രാൻഡ് ആക്ച്വലി ബാക്കിയുള്ള എല്ലാ സ്പെക്കും മോശമാണ്. അതിനകത്ത് പ്രോസസ്സർ മോശമാണ്, അതിനകത്ത് ക്യാമറ സെൻസർ മോശമാണ്, എല്ലാം മോശമാണ്. പക്ഷേ 140 ഹെർട്സ് ആണെന്ന് തോന്നുന്നു, 144 ഹെർട്സിൻ്റെ പിന്നെ ഡിസ്പ്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 60 ഹെർട്സിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങൾ നോർമലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു ഡിസ്പ്ലേ എന്ന് വിചാരിക്കുക. അതായത് റിഫ്രഷ് റേറ്റും പറയുമ്പോൾ മനസ്സിലായില്ല, ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നും കൂടെ സ്മൂത്ത് ആയിരിക്കും. അത് 90 ആയാൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യും 60 എന്ന് മാറിയിട്ട്. അതുപോലെ അത് 120 വരെ ഓക്കെയാണ്, അത് തന്നെ ധാരാളമാണ്. അപ്പോൾ അതിൽ പുറത്തേക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം അതിലേക്ക് പോവുക. അല്ലെങ്കിൽ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ്, ഭയങ്കര ഒരു ഡിഫറൻസ് ഒന്നും നിങ്ങൾ 144-ലും 120-ലൊന്നും കാണാൻ സാധിക്കില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് സൂമാണ്. ആക്ച്വലി 100x സൂം, 50x സൂം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ആരാണ് ആക്ച്വലി 100x സൂമും അതുപോലെ 50 ഹെർട്സ് സൂമൊക്കെ യൂസ് ചെയ്യുന്നത്? അതായത് ചിലപ്പോൾ ഈ ഫോൺ വാങ്ങിച്ച ഒരാഴ്ചയിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഫോൺ വാങ്ങിച്ച് നിങ്ങൾ ഈ 100x സൂം ഉണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെച്ചിട്ടുള്ള ഫോൺ എത്ര സമയം ഇത് യൂസ് ചെയ്തു എന്നൊന്ന് വിചാരിക്കുക. നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. കാര്യം ഒരുപാട് പേര് എനിക്കറിയാം ഇത് മാത്രം നോക്കി, അല്ലെങ്കിൽ അതെന്തോ ക്യാമറയുടെ ഭയങ്കര സ്റ്റാൻഡേർഡാണെന്ന് വിചാരിച്ച് വാങ്ങിച്ച് വെക്കുന്ന പല ആളുകളൊക്കെ ഉണ്ട്, ഭയങ്കര നല്ല സെൻസറാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. അതിന് ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുക്കുക. കാര്യം ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സൂം കുറവുള്ള എന്നാൽ നല്ല ഡിസ്പ്ലേ ഉള്ളൊരു ഫോണാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ക്യാമറ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ സെലക്ട്. ഇനി ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഫാസ്റ്റ് ചാർജിങ് ആക്ച്വലി നമുക്ക് ആവശ്യമുള്ള ഒരു 33 മുതൽ 60 വാട്ട്സിൻ്റെ ഒക്കെ ചാർജിങ് ആവശ്യം, അത്ര സൂപ്പർ ചാർജ് മതി നമുക്ക് അതിൽ കൂടുതൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ബാറ്ററീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ബാറ്ററീൻ്റെ ഒരു പിന്നെ ലൈഫിനെ അത് ബാധിക്കും. 120 വാട്ടിൻ്റെ ബാറ്ററി ആണെന്നൊക്കെ പറഞ്ഞിട്ട് സെല്ല് ചെയ്യുന്ന പല കമ്പനികളുണ്ട്. അത് നമ്മളെ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കമ്പനികൾ തമ്മിൽ തന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ. ബേസിക്കലി നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല, ഒരു 33 അല്ലെങ്കിൽ 67 വാട്ട് അതാണ് നമുക്കൊരു മിഡ് റേഞ്ചിൽ ആവശ്യമുള്ളൂ. ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ആണ്, അതായത് അതിൻ്റെ UI. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ ബ്രാൻഡുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോണിലാണെങ്കിൽ ഐഫോണിൻ്റെ OS ആണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ OSകൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്ലസും മൈനസ് ഒക്കെ ഉണ്ട്. പലരും നമ്മൾ ശ്രദ്ധിച്ച് കാണും, ഈ പറഞ്ഞ പോലെ
പോലെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നത്തിങ്ങിൻ്റെ ഫോണാണെങ്കിൽ അവർ പറയും നത്തിങ് OS ഭയങ്കര അടിപൊളിയാണെന്ന് പറയും, അല്ലെങ്കിൽ കളർ OS ഭയങ്കര നല്ലതാണെന്ന് പറയും, അല്ലെങ്കിൽ ഫൺ ടച്ച് OS നല്ല അടിപൊളിയാണെന്ന് പറയും, മോട്ടോ ആണെങ്കിൽ ഭയങ്കര ക്ലീൻ UI എന്ന് പറയും, പിക്സൽ ആണെങ്കിൽ പിക്സലിൻ്റെ OS ഭയങ്കര അടിപൊളിയാന്നൊക്കെ പറയും. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ OSകൾക്കൊക്കെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പിക്സൽ ആണെങ്കിൽ പിക്സലിന് ഇന്ത്യൻ നെറ്റ്വർക്ക് റിലേറ്റഡ് ഒരുപാട് ബഗ്ഗുകൾ ഓൾറെഡി ഉള്ള ഫോണുകളുണ്ട്. അത് മാത്രമല്ല അവരുടെ പുതിയ ഫോണുകളടക്കം 9 സീരീസിലകത്തുള്ള ഫോണുകളടക്കം നെറ്റ്വർക്ക് റിലേറ്റഡ് ഒരുപാട് OS റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ട്. അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് ശരിയാവുന്നതാണ്, പക്ഷേ സ്റ്റിൽ അതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ ഫോണുകളൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ അപ്ഡേറ്റ് സൈക്കിളാണ്. അപ്ഡേറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയും നിങ്ങൾക്കൊരു 5 വർഷം ഞങ്ങൾ അപ്ഡേറ്റ് തരും, പക്ഷേ മന്ത്ലി അപ്ഡേറ്റ് ഈ പറഞ്ഞ പോലെ പ്രോപ്പർ അപ്ഡേറ്റ് കിട്ടാതെ 5 വർഷം അപ്ഡേറ്റ് ഉണ്ട് ശരി, പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പർ സമയത്തല്ല അപ്ഡേറ്റ് കിട്ടുന്നില്ലെങ്കിൽ അപ്ഡേറ്റ് കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. അതിന് കാരണം സെക്യൂരിറ്റി പാച്ച് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ആൻഡ്രോയിഡിനകത്ത്. അപ്പോൾ ഈ സെക്യൂരിറ്റി പാച്ച് ഓരോ മാസത്തിലാണ് കമ്പനികൾ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി പാച്ച് നമുക്ക് പെർട്ടിക്കുലർ മന്തിൽ സമയത്ത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെയുള്ള കോമൺ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലോഡ്വെയർ ആണ്. ഇപ്പോൾ ഈ മിഡ് റേഞ്ച് ഫോണുകളിലൊക്കെ വരുമ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും വില കുറച്ച് ഈ പറഞ്ഞ ഹാർഡ്വെയർ നമുക്ക് തരാൻ വേണ്ടിയിട്ട് കമ്പനികളൊക്കെ ഒരുപാട് ബ്ലോഡ്വെയർസ് റിലീസ് ചെയ്യും. അതായത് ഒരുപാട് ബ്ലോഡ്വെയർസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫോണിനകത്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങി ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഫേസ്ബുക്ക്, ആമസോൺ, പിന്നെ ഗെയിംസ്, പിന്നെ അതുപോലെ ലോക്ക് സ്ക്രീനിനകത്ത് കുറേ ആഡ്, എല്ലായിടത്തും ആഡ്. അപ്പോൾ ഇങ്ങനെ അത് ആക്ച്വലി കമ്പനികൾക്കുള്ള വരുമാനമാണ്. ഞാൻ ഏതൊരു കമ്പനിയുടെ എനിക്ക് തോന്നുന്നു അത് അസ്യൂസ് ക്ലീൻ OS ആയിരുന്നു, എനിക്ക് തോന്നുന്നു അത് റിയൽമിയോ അല്ലെങ്കിൽ റെഡ്മി ആയിട്ടാണെന്ന് തോന്നുന്നു. അവരുടെ ആനുവൽ പിന്നെ റവന്യൂ അനൗൺസ് ചെയ്ത സമയത്ത് അതിനകത്തൊരു മേജർ പെർസെൻറ്റേജ്, വലിയ പെർസെൻറ്റേജ് അല്ല പക്ഷേ ഒരു മേജർ പെർസെൻറ്റേജ് ഈ ആഡ് റവന്യൂ ഉണ്ട്. അപ്പോൾ അത്രയും ആളുകൾ ഈ ഫോൺ വാങ്ങിച്ച് ഇതിനകത്ത് ആഡ് കാണുമ്പോൾ കമ്പനികൾക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ട്. അത് മോശം കാര്യമാണെന്നല്ല, പക്ഷേ നമുക്കതൊരു യൂസർ എക്സ്പീരിയൻസിൽ എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഷോമിയുടെ തന്നെ അവരുടെ MIUI മാറിയിട്ട് ആക്ച്വലി ഹൈപ്പർ OS ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഹൈപ്പർ OS ആക്ച്വലി ചൈനയിലൊക്കെയാണ്, പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഭയങ്കര ബഗ്ഗിയാണ്. പിന്നെ അതുപോലെ ഇവിടെ അവരുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്ന സജഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമുക്കായിട്ട് ഒരു ഇന്ത്യൻ വേർഷൻ ഭയങ്കരമായിട്ട് അടിപൊളിയാക്കി ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പിന്നെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾ ഇങ്ങനെ ഫോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസം 2-3 വെച്ച് ഫോൺ ഇറക്കി കഴിഞ്ഞാൽ ഈ ഫോണുകളിലൊക്കെ പ്രോപ്പർ ബഗ് ഫിക്സ് ചെയ്ത് അതിനുള്ള അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് കൊടുക്കുന്ന കമ്പനികൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ യൂസർ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളടുത്ത് പലരും പറഞ്ഞു കാണും സാംസങ് അടിപൊളിയാണ് OS, One UI എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ UI അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ നല്ല അടിപൊളിയാണ്. പക്ഷേ അത് മിഡ് റേഞ്ചിലേക്ക് വരുമ്പോൾ അതിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ലാഗിയാണ്, പിന്നെ അതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഫോണിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് സോഫ്റ്റ്വെയറിൽ. പക്ഷേ ബെറ്റർ നിങ്ങളിത് യൂസർ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം വേണ്ടി മാത്രം മേടിക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരാളെടുത്ത് ചോദിച്ചു നോക്കുക ഇത് നല്ലതാണോ, ഈ ബ്രാൻഡ് എങ്ങനെയുണ്ടെന്ന്. ഈ ചോദിക്കുന്ന സമയത്ത് അതിനകത്തും വേറൊരു പ്രശ്നമുണ്ട്. പുള്ളി ആക്ച്വലി ഈ ഫോണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആക്ച്വലി സിനിമ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ കോൺട്രയാണ്. അപ്പോൾ പുള്ളി പറയും അടിപൊളി ഫോണാണ്, പുള്ളിയുടെ കണ്ണിൽ ആക്ച്വലി നല്ല ക്യാമറയുള്ള ഫോണായിരിക്കും, പക്ഷേ നിങ്ങൾ വാങ്ങിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഓതാൻ പറ്റുക, ചിലപ്പോൾ ഡിസ്പ്ലേ മോശമായിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം അതിനകത്ത്. ഇനി നമ്മൾ പെർഫോമൻസ് ആണ് നോക്കുന്നത്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മെമ്മറി ടൈപ്പ് നമ്മൾ നോക്കണം. ആക്ച്വലി ഇപ്പോൾ UFS ഒരു 2.2 ആണ് ഒരു ബഡ്ജറ്റിൽ, നിങ്ങൾക്ക് ഒരു 20,000 താഴെ നിങ്ങൾക്ക് 2.2 ആണ് കിട്ടുന്നതെങ്കിൽ അത് അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ 3.1 മിഡ് റേഞ്ചിലൊക്കെയാണ്. UFS 4 എന്ന് പറയുന്നത് ആക്ച്വലി ഫ്ലാഗ്ഷിപ്പുകൾക്കൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതിന് താഴെയുള്ള മെമ്മറി ടൈപ്പിലേക്കൊന്നും പോകരുത്. കാര്യം അത് നമ്മളുടെ പെർഫോമൻസിന് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിൽ വയ്ക്കുക നിങ്ങൾ ഇനി ഫോൺ മേടിക്കാൻ പോകുന്ന സമയത്ത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർച്വൽ റാംസിലേക്ക് പോകാതിരിക്കുക. നിങ്ങളെ ഫോണിൽ എത്ര ഫിസിക്കൽ റാം ഉണ്ടെന്ന് ചോദിക്കുക അവരുടെ അടുത്ത്. സോഫ്റ്റ്വെയറിലല്ല, എനിക്ക് ഫിസിക്കൽ റാം എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർ ഇപ്പോൾ ബോക്സിൽ 16 എഴുതിയിട്ട് നിങ്ങളടുത്ത് 16 പറഞ്ഞാലും നിങ്ങൾ ചോദിക്കുക എത്ര GB ആണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വെർച്വൽ റാം എത്ര കിട്ടും ചോദിക്കുക. അത് മാത്രമല്ല നിങ്ങൾ ഈ 8 GB എന്ന് പറഞ്ഞ് 16 GB എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിക്കും, എന്നിട്ട് ഈ 8 GB ആക്ച്വലി കൺസ്യൂം ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ആവും. അപ്പോൾ നിങ്ങൾ 64 GB ഒരു ഫോണാണ് വാങ്ങിക്കുന്നെങ്കിൽ 64 ഈ 8 കൂടെ കുറയും. 64 കിട്ടില്ല നമുക്ക് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ, അതിന് ഫോണിൻ്റെ സോഫ്റ്റ്വെയർസൊക്കെ അതിനകത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലും കുറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുക. അപ്പോൾ അതും കൂടെ നിങ്ങൾ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഗെയിമേഴ്സിനോട് പറയുന്നത് നിങ്ങളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ളൊരു ഫോൺ സെലക്ട് ചെയ്യുക. അതുപോലെ കൂളിങ്ങിനുള്ള തെർമൽ സാധനങ്ങളൊക്കെ ഉള്ള ഫോണുകൾ ചൂസ് ചെയ്യായിരിക്കും നല്ലത്. കാര്യം നമ്മുടെ ഫോൺ ഭയങ്കരമായിട്ട് ചൂടായി കഴിഞ്ഞാൽ അത്
നമ്മുടെ ഫോണിൻ്റെ ഹാർഡ്വെയറിനൊക്കെ പല രീതിയിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു കൂളിംഗ് സിസ്റ്റം ഓൾറെഡി ഉള്ള ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെർമൽ ഓപ്ഷനുള്ള ഏതെങ്കിലും മോഡൽസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ബാറ്ററി അതുപോലെ ചാർജിങ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, നിങ്ങൾ എപ്പോഴും ഒരു 5000-6000 അത്ര mAh മതി. ഒരു ദിവസം നിങ്ങളൊരു നോർമൽ യൂസറാണ്, ഈവൺ ഹെവി യൂസർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ദിവസം കടന്നു കിട്ടാൻ 5000 മുതൽ 6000 mAh മാത്രം മതി. അതുപോലെ ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് വരുമ്പോൾ ഒരു 67 വാട്ട് എന്ന് പറയുന്നതാണ് ഞാൻ പറയുമ്പോൾ ഭയങ്കര ഹൈയസ്റ്റ് ഉള്ളത്. ഒരു 33 ഒക്കെ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്കൊരു ഫോൺ കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കുക. അല്ലെങ്കിൽ 6-7 വാട്ട്സിൻ്റെയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. പിന്നെ അതിന് മുകളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാറ്ററിക്ക് ഒരു സ്ട്രെസ്സാണ് ആക്ച്വലി. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കുക. പിന്നെ നിങ്ങൾ ഫോണിനകത്ത് ആക്ച്വലി ഈ ഫോണിൻ്റെ ബാറ്ററി നിങ്ങൾക്കൊരു 80-85% ലിമിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. ഇപ്പോൾ ഐഫോണിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 80% സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ അത് ബാറ്ററിനെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കമ്പനികൾ തന്നെ പറയുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്കൊരു ചാർജിങ് ലിമിറ്റ് തരുന്നത്. അപ്പോൾ ഒരുവിധ ഫോണുകളിലൊക്കെ ഉണ്ട്, ഈവൻ മിഡ് റേഞ്ച് ഫോണുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓപ്ഷൻ. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ബാറ്ററീൻ്റെ സെറ്റിംഗ്സിൽ ബാറ്ററിക്ക് ചാർജിങ് ലിമിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു 80 അല്ലെങ്കിൽ 85 ആയിട്ട് ലിമിറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ മെഗാ പിക്സൽ ഒന്നും വല്ലാതെ നോക്കാതെ OIS ഉള്ള ക്യാമറയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്, കുറേ ക്യാമറ ഉണ്ട്, 5-6 ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറകളാണോ നിങ്ങൾ നോക്കുക. അപ്പോൾ അൾട്രാ വൈഡ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു 1-2 റിവ്യൂവേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അതായത് ചിലരൊക്കെ സാമ്പിൾ ഇടുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഇവർ ചിലപ്പോൾ നല്ല ലൈറ്റിങ്ങിലൊക്കെ ആയിരിക്കും സാമ്പിൾസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ 1-2-3 വീഡിയോസൊക്കെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് മാത്രം അൾട്രാ വൈഡ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുക. പിന്നെ ഫോട്ടോഗ്രാഫിക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ പൈസ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ നല്ല സെൻസറുള്ള ഏതെങ്കിലും നല്ല സെൻസർ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് മാത്രം നോക്കുക. അതുപോലെ പുതിയ മോഡൽസ് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ബഗ്ഗി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇത്തിരി മോശമായിരിക്കും, പക്ഷേ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് കൊടുത്തത് എനിക്കൊന്ന് സാംസങ് അങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരുവിധം എല്ലാ OnePlus കമ്പനി അങ്ങനെ ചെയ്യുന്നുണ്ട്. റിയൽമി ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ബെറ്റർ ആവുന്ന ക്യാമറ. ഈവൺ ഐഫോൺ അടക്കം പല സമയത്തും അപ്ഡേറ്റ് കൊണ്ട് ചിലപ്പോൾ ക്യാമറ ബെറ്റർ ആയിട്ടുള്ളത് കേട്ടിട്ടൊക്കെ ഉണ്ട്. ഇനിയുള്ളത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് AMOLED ഡിസ്പ്ലേയിലേക്ക് പോകുമ്പോൾ അത് നല്ല ഡിസ്പ്ലേ ആണ്, നല്ലതായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ. ഇപ്പോൾ നമ്മൾ ഡാർക്ക് ഒരു സ്ഥലത്തിരിക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഒക്കെ ലൈറ്റ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കാൻ കാണാം. അതുപോലെ LTPO ഡിസ്പ്ലേക്കൊക്കെ പോകുമ്പോൾ അതൊരു ഓപ്ഷനാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ ആണ്, സ്മൂത്ത് ആയിട്ട് കാണണം എന്നുള്ളുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് അതിന് പുറത്ത് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫോണോ അല്ലെങ്കിൽ മെസ്സേജോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മീഡിയ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഡിസ്പ്ലേക്ക് വല്ല സ്ട്രെസ് കൊടുക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരുപാട് പാട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് സെലക്ട് ചെയ്തിരിക്കുക. കാര്യം മോണോ സ്പീക്കേഴ്സ് കൊടുത്തിട്ട് അത് ഭയങ്കര അടിപൊളി പവർഫുൾ സ്പീക്കേഴ്സ് AI സ്പീക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മോണോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റീരിയോ ഉള്ള സ്പീക്കേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനിയുള്ളൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഗ്ലാസ് നോക്കൂ, ബാക്കിയുള്ള ഫോണൊക്കെ പ്ലാസ്റ്റിക് ആണ്, നിങ്ങളുടേത് ഗ്ലാസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാവും നിങ്ങളെടുത്ത് തരിക, അല്ലെങ്കിൽ മെറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് തരും. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് എപ്പോഴാണ് വീഴുന്നത് പൊട്ടും, അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാക്കാൻ നടക്കേണ്ടി വരും. അപ്പോൾ പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ബാക്കിയുള്ള പെർഫോമൻസിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്പെക്കിലൊന്നും നിങ്ങൾ വല്ലാതെ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ഫോണിൻ്റെ ബാക്ക് ഒരു പ്ലാസ്റ്റിക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമ്മളൊരു കവർ ഇട്ടിട്ടാണ് ഉപയോഗിക്കുക. ഒരുവിധ ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു 90% ആൾക്കാരും കേസ് ഇട്ടിട്ടാണ് നമ്മളെ ഫോണുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ആണെങ്കിലും നിങ്ങൾ നല്ല സ്പെക്കുള്ളൊരു ഫോൺ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫോൺ വാങ്ങി. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കുറച്ച് ട്രാപ്പുകളാണ്. ഈ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഫോൺ വാങ്ങിക്കുന്നതിന് മുന്നേ. അതിൽ 1ാമത്തെ കാര്യം ഫേക്ക് ആയിട്ടുള്ള ഡിസ്കൗണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ 10,000 രൂപയുടെ ഒരു ഫോൺ മേടിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റോറിൽ നിങ്ങളെ അടുത്തുള്ളൊരു ഷോപ്പിനകത്ത് ചിലപ്പോൾ ആ ഫോണിന് അത്രയും വില ഉണ്ടാവില്ല. ചിലപ്പോൾ അത് 8,000 രൂപയ്ക്ക് ഉണ്ടാവും, ചിലപ്പോൾ 7,000 രൂപയ്ക്ക് ഉണ്ടാവും. ഫ്രഷിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതെന്താ വെച്ചാൽ ഓഫ്ലൈനിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ചില മോഡലുകൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. ഈ സാംസങ്ങിൻ്റെ ഒക്കെ പോലെ A സീരീസ് അല്ലെങ്കിൽ M സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനിന് ഒരു വേർഷനും അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറിന് ഒരു വേർഷനൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, സെയിം മോഡൽ സെയിം ഫോണുകൾ തന്നെ ചിലപ്പോൾ സ്റ്റോറിൽ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള സ്റ്റോറുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈജി അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സ്റ്റോറുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും, ചിലപ്പോൾ കാർഡിൻ്റെ പുറത്തൊക്കെ. അപ്പോൾ അത് നോക്കുക. പിന്നെ ഓൺലൈൻ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആമസോണിൽ ഒരു റേറ്റും ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വേറെ റേറ്റും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഭയങ്കര ഹെവി ആയിട്ട് ഫോണൊക്കെ അങ്ങനെ നോക്കിയിരുന്നു വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ ആമസോണിനകത്ത് കീപ്പ എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ ഉണ്ട്, നമ്മൾ ബ്രൗസറിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലഗിനാണ്. അപ്പോൾ ആ പ്ലഗിൻ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫെസ്റ്റിവലിന് ഒരു പൈസ കുറഞ്ഞോ നമുക്ക് കാണിക്കും. അപ്പോൾ ഗ്രാഫിൽ ഇങ്ങനെ പൈസ മാറിയതിൻ്റെ ഡേറ്റ് വൈസ് നമുക്ക് ഗ്രാഫ് കിട്ടും. അപ്പോൾ അത് കീപ്പ വെച്ച് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ പ്രൈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് നിങ്ങൾ ഈ ഫോണിൻ്റെ പേരടിച്ചാൽ മതി. അപ്പോൾ അത് നിങ്ങൾ ലിസ്റ്റ് കാണിക്കുക, ഫ്ലിപ്കാർട്ടിൽ തരയണോ അല്ലെങ്കിൽ ആമസോണിൽ തരയണോ. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ പ്രൈസിൻ്റെ ഹിസ്റ്ററി അവിടെ കാണിക്കും. അപ്പോൾ സെയിലിന് തൊട്ട് മുന്നേ ചിലപ്പോൾ 10,000 ഉള്ള ഫോൺ ഇവർ സെയിലിൻ്റെ സമയത്ത്
സമയത്ത് 12,000 കഴിച്ച് 1000 ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 11,000-നാവും വിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഇത്. അതുപോലെ നിങ്ങൾ എപ്പോഴും ഒരു ഫോൺ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് സെയിലിൻ്റെ ഹൈപ്പിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കും. അതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഫോൺ ഇറങ്ങി അതിൻ്റെ റിവ്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു എന്താ അതിൻ്റെ അവസ്ഥ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പലരും ഇപ്പോൾ കാൾപ്പയൊക്കെ, അതായത് നത്തിങ്ങിൻ്റെ ഫൗണ്ടറൊക്കെ ഭയങ്കര ഹൈപ്പാണ് ഇവർ ഫോണിന് കൊടുക്കുക. ഒരു ഫോൺ ഇറക്കുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പായിരിക്കും. ഒരു മാസം 2 മാസം മുന്നേയൊക്കെ ഇവർ ക്യാമ്പയിൻസ് തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് അതായത് ഫസ്റ്റ് സെയിലിന് തന്നെ ആളുകളെ കൊണ്ട് മൊത്തം വാങ്ങിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അവർ ചെയ്യുക, ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ നമുക്ക് റിവ്യൂ കിട്ടും. ഈ റിവ്യൂ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവ്യൂസ് ഫ്രീ ആയിട്ട് കിട്ടി അതിനെക്കുറിച്ച് റിവ്യൂ പറയുന്ന ആളുകളൊക്കെ അല്ല ഞാൻ പറയുന്നത്. നോർമൽ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വേറൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പുതിയൊരു ഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ വ്യൂസ് കുറവുള്ള യൂട്യൂബ് വീഡിയോസ് എടുത്ത് കാണും. അപ്പം അതിലൊരു അങ്ങനെ ഞാൻ പറയാൻ പാടില്ല, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴൊരു ഗുണം എന്താ വെച്ചാൽ ഇവർക്കൊന്ന് ഈ ഫോണ് ഇവരൊക്കെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടായിരിക്കും ഈ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു 500 വ്യൂ ഒക്കെ ഉള്ള നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ, അതായത് സോർട്ട് ബൈ റീസെൻ്റ് കൊടുക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ ചിലപ്പോൾ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണും. അതിനാകെ 100 വ്യൂ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ യൂട്യൂബേഴ്സ് ആയിരിക്കില്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വ്യൂസ് കുറവായിരിക്കും, പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. അവർ കയ്യിൽ നിന്ന് കാശ് കൊടുത്തേക്ക് ഫോൺ വാങ്ങിച്ചാണല്ലോ, അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഫോൺ വാങ്ങിക്കുക. പിന്നെ ഭയങ്കര സ്പെക്ക് ഓവർലോഡ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഫോണുകൾ കാണാറുണ്ട് എപ്പോഴും. 12 GB റാം എന്നൊക്കെ പറഞ്ഞിട്ട് 14,000 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. പക്ഷേ ഇത് ചിലപ്പോൾ പ്രോസസ്സർ ഭയങ്കര മോശമാണെങ്കിൽ ഈ പറഞ്ഞ് 12 GB കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പ്രോസസ്സർ ഏതാ നോക്കുക, അതുകൊണ്ടുള്ള എന്തെങ്കിലും നല്ലതാണോ, ആ പ്രോസസ്സർ നല്ലതാണോ എന്ന് മാത്രം നോക്കിയിട്ട് ഈ 12 GB നോക്കിയാൽ മതി. കാര്യം 12 GB ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുക അവർ. 12 GB at 10,000 എന്ന് പറഞ്ഞിട്ടായിരിക്കും മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ പ്രോസസ്സർ നല്ലതാണോ, അല്ലെങ്കിൽ ഇത് പ്രോസസ്സർ നല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നിനും കൊള്ളില്ല ഈ സാധനം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. പിന്നെയുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ശരി, ആമസോൺ ആണെങ്കിലും ശരി, ഇവർ ഫസ്റ്റ് ഫ്രണ്ടിൽ ഒരു എമൗണ്ട് ആവും കാണിക്കുക. നമ്മൾ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കയറുന്ന സമയത്ത് വേറെ എമൗണ്ട്, അതായത് എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കും. ഇപ്പോൾ 60,000 രൂപയുടെ ഫോൺ നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് മേടിക്കും എന്ന് പറയും. പക്ഷേ ഉള്ളിൽ കയറിയിട്ട് നെറ്റ് എമൗണ്ട് നോക്കുന്ന സമയത്തായിരിക്കും മനസ്സിലാവുക ഈ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ വാങ്ങിക്കുന്ന ഫോൺ നിങ്ങൾക്ക് ഒരു മിഡ് റേഞ്ച് ഫോണാണെങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് ഏതെങ്കിലും ഫ്ലാഗ്ഷിപ്പ്, ഇപ്പോൾ ഐഫോണിൻ്റെ ഏതെങ്കിലും ഫ്ലാഗ്ഷിപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് 30,000 രൂപ കുറഞ്ഞ് കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ പല ഉടായ്പകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നെറ്റ് എമൗണ്ട് നോക്കിയിട്ട് മാത്രം പ്ലാൻ ചെയ്യുക. ഇതിനകത്ത് വേറൊരു കാര്യം, ഒരു സൈക്കോളജിക്കൽ സാധനം കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ ഫോൺ കാണുകയാണ്, 30,000 രൂപയ്ക്ക് നമ്മളൊരു ഫോൺ കാണുമ്പോൾ, ഡ്രീം ഫോണാണെന്ന് വിചാരിക്കുക, കുറേ കാലം കാത്തിരുന്നിട്ട്, അപ്പോൾ നമ്മൾ ഇത് 30,000 രൂപയ്ക്ക് കിട്ടും, അപ്പോൾ എന്നാൽ പിന്നെ ഇത് വാങ്ങിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ നമ്മളൊരു മൈൻഡ് പ്ലാൻ ചെയ്യും. 30,000 രൂപ റെഡിയാക്കും, അല്ലെങ്കിൽ കാർഡ് ഫ്രണ്ടിൻ്റെ നിന്ന് കാർഡ് മേടിക്കും, EMI കൊടുക്കാമെന്ന് റെഡിയാക്കും, എല്ലാം റെഡിയാക്കിയിട്ട് ഇത് പേയ്മെൻറ്റിക്ക് പോകുമ്പോഴാവും നേരെ ഇത് ഉൾട്ടി അടിക്കുന്നത്. നേരെ 50,000 കാണിക്കും, 60 ഉള്ളത് 50 ആവും. അപ്പോൾ നിങ്ങൾ അയ്യോ ഇതിപ്പോൾ 50 ആയല്ലോ. പിന്നെ കുറേ ഇങ്ങനെ ആലോചിച്ച്, പിന്നെ ഇതിനെപ്പറ്റി കുറേ ആലോചിച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ 50 എടുക്കാം, ഇനിയിപ്പോൾ 10,000 രൂപ കുറഞ്ഞില്ലേ, അങ്ങനെയാവും ആലോചിക്കുക. 60,000 10,000 രൂപ കുറഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മോശം കേടുവരാത്തൊരു ഫോൺ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇത് വാങ്ങിക്കുക. അപ്പോൾ ഇതും ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ട്രാപ്പാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്ത ഫോണുകൾ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതിന് ഇൻ്റർനാഷണൽ വാറണ്ടി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ചില ഫോണുകളൊക്കെ റീഫബ്രിഷ്ഡ് ഫോണുകളായിരിക്കും. റീഫബ്രിഷ്ഡ് ഫോണൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ഫോണുകൾ സീല് പൊട്ടിക്കാത്ത ഫോണുകൾ എന്താ പറയുക റീഫബ്രിഷ് ചെയ്ത്, അതായത് അതിൻ്റെ പാക്കിംഗ് പോലും അതുപോലെ അടിപൊളിയായിട്ടായിരിക്കും വരിക. നിങ്ങൾ ഈ ഫോൺ എടുത്ത് ആക്റ്റീവ് ആക്കി നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റീഫബ്രിഷ്ഡ് ആയിട്ടുള്ള ഫോണാണെന്ന്. ചിലർക്കൊന്നും ഇത് ഇങ്ങനെ നോക്കണമെന്നും അറിയില്ല. കാര്യം നമ്മളൊന്നും ഇതിപ്പോൾ വാറണ്ടി, ഇപ്പോൾ ഫോണ് നോർമലി ഇപ്പോഴൊക്കെയാണ് ആളുകൾ ഓൺലൈൻ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ വാറണ്ടിയൊക്കെ കയറി രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ അതുപോലും നോക്കില്ല. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിനായിട്ടുള്ള കാര്യം, ഈ ഗിമ്മിക്കുകളോ അല്ലെങ്കിൽ ഹൈപ്പ് ഒന്നും നോക്കി ഫോൺ വാങ്ങിക്കരുത്. നിങ്ങൾ ആവശ്യം എന്താണെന്ന് നോക്കി മാത്രം നിങ്ങൾ ഫോൺ വാങ്ങിക്കുക. വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് ഇപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ, അതിൻ്റെ പെർഫോമൻസ്, ക്യാമറ, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണോ ഫീച്ചർ, ഡിസ്പ്ലേ, ഈ മാതിരിയുള്ള കാര്യങ്ങളും അതിന് മാത്രം ഫോക്കസ് കൊടുക്കുക. ബാക്കിയുള്ള ഗെമ്മിക്കുകളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഒരു ഓൺലൈൻ മോഡലാണ് തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ കൂടി നിങ്ങളത് ഇൻ ഹാൻഡ് ഫീൽ ചെയ്ത് നോക്കുക. ഇപ്പോൾ മോട്ടോറോള ഫോണുകൾ നിങ്ങൾക്ക് ഓൺലൈനാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ റിലയൻസിൻ്റെ ഒക്കെ ഡിജിറ്റൽ ഔട്ട്ലെറ്റിലൊക്കെ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഫോൺ ചിലപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ പിടിച്ച് നോക്കാനോ അതല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് വാങ്ങിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് അത് ചെയ്യണം. മിഡ് റേഞ്ച് ആണെങ്കിൽ ശരി, ബേസിക് ഫോണുകളാണെങ്കിലും ബേസിക് ഫോണുകൾ നമുക്ക് അങ്ങനെ കാണാൻ കിട്ടില്ല. എന്നാൽ പോലും നമ്മൾ അടുത്തുള്ള സ്റ്റോറുകളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങളത് പോയി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഇൻ ഹാൻഡിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം ആ ഫോണുകൾ സെലക്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന
കാണുന്ന 90% ആൾക്കാരും, 90 അല്ല അതിനും കൂടുതൽ 99% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് കാണാം. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലൊക്കെ ഇടയിലൊക്കെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഫോണുകൾ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു ബേസിക് കാര്യങ്ങളെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ അവർക്കൊക്കെ അത് ഉപകാരപ്പെടുകയും ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ലോങ് വീഡിയോസ് മാത്രമല്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് നമ്മൾ അധികം പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വഴി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. താങ്ക് യു.